കൂട്ടുകാരെ സ്നേഹക്കൂട്ട് ആ ഒരു വാക്ക്, ആ ഒരു ടൈറ്റിൽ പോലെ തന്നെ ആ ഒരു നമ്മുടെ സേതുവിന്റെയും പല്ലവിയുടെയും ആ ഒരു സ്നേഹം, ആ ഒരു ഇഷ്ടം പരസ്പരം അറിയുന്ന ഒരു നിമിഷം. അതേ കൂട്ടുകാരെ നമ്മുടെ പല്ലവിയെ നമ്മുടെ സേതു കണ്ടുപിടിക്കുന്നുണ്ട്. ഒരു ക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ പല്ലവി. അതിനുശേഷം നമ്മുടെ സേതു അവിടെ ചെന്ന് നമ്മുടെ പല്ലവി ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ പല്ലവിക്കാണെങ്കിൽ നമ്മുടെ സേതുവിനെ ഒരു മുഖം കൊടുത്ത് സംസാരിക്കാൻ ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടൊക്കെ. അപ്പൊ നമ്മുടെ സേതു നമ്മുടെ ആ ഒരു അമ്പലത്തിൽ ആ ഒരു കൊളക്കടവുണ്ടാവും കേട്ടോ, അങ്ങോട്ടേക്ക് നമ്മുടെ പല്ലവി ഇങ്ങനെ തള്ളി ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സേതു തന്നെ നമ്മുടെ പല്ലവിയെ കൈപിടിച്ച് ഇങ്ങനെ ആ കരയിലോട്ട് കയറ്റുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇപ്പം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ശുദ്ധി വന്നവളാണ്, ഇനി നീ പോയി തൊഴുത് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ സേതു നമ്മുടെ പല്ലവിയെ പ്രാർത്ഥിക്കാൻ വിടുന്നതും. ശേഷം നമ്മുടെ സേതു പറയുന്നുണ്ട്, നിനക്ക് എന്തിനും ഏതിനും ഞാനുണ്ടാകും കൂടെ. നീ ഇപ്പോൾ പ്രാർത്ഥിച്ച ദൈവങ്ങൾ പോലും നിന്നെ കണ്ടില്ലെങ്കിലും ഞാനുണ്ടാകും, അത് തന്നെ കുറച്ച് വിശ്വസിക്കാം. മനുഷ്യർക്ക് മനുഷ്യരെ ഒരു സഹായത്തിനുണ്ടാകൂ എന്ന് നമ്മുടെ സേതു നമ്മുടെ പല്ലവിയോട് പറയുന്ന ഒരു നിമിഷം കേട്ടോ. അപ്പൊ നമ്മുടെ പല്ലവി പറയുന്നുണ്ട്, എന്നോട് ഇത്രമാത്രം സ്നേഹം ഉണ്ടായിട്ടാണോ എന്നോട് ഇതൊക്കെ ചെയ്യുന്നത്? ഞാനത് അറിയാതെ പോയല്ലോ, എനിക്കും സേതുവേട്ടനോട് അടങ്ങാത്തൊരു സ്നേഹമാണിപ്പോൾ എന്ന് നമ്മുടെ പല്ലവിയും പറയുന്നുണ്ട്. അങ്ങനെ പരസ്പരം ഇവരുടെ ആ ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ തുറന്നു പറയുന്ന നിമിഷങ്ങളാട്ടോ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ സ്നേഹക്കോട്ട് ഒരു അടിപൊളി കഥ വഴിത്തിരിവിലോട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ സേതുവിന്റെയും പല്ലവിയുടെയും ഒക്കെ ഒരു വിവാഹം അടുത്ത് തന്നെ വന്നാൽ നമുക്ക് പ്രേക്ഷകർക്ക് ഒത്തിരി സന്തോഷം തന്നെയായിരിക്കും. അതിനിടയിൽ നമ്മുടെ ഇന്ദ്രൻ കളിക്കാമെന്ന് നമ്മുടെ സേതു നോക്കിക്കോളും നമ്മുടെ ഇന്ദ്രന്റെ കാര്യം അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.